ഹായ് ഹലോ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയ്ക്ക് ഇങ്ങനെ അഗ്നിപരീക്ഷണം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു എപ്പിസോഡൊക്കെ ഇപ്പോൾ ആൾക്കാർ കണ്ടു, എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. യൂട്യൂബേഴ്സിനൊക്കെ ഒരു ചാകര പോലെയാണ് അവരെല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതൊന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അഗ്നിപരീക്ഷയുടെ എപ്പിസോഡിനെ കുറിച്ചല്ല, ഇന്ന് വന്ന് പുതിയതായിട്ട് വിട്ട ഒരു പ്രമോയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മുടെ അവതാരിക റനീഷ റഹ്മാൻ പറയുന്ന ഒരു പെൻഡൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് റനീഷ വന്നപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഒരു ഇൻഫിനിറ്റി പെൻഡൻറ്റ്. ഇത് നിങ്ങൾ കാണുന്ന പോലെ അത്ര ചെറിയ പെൻഡൻ്റൊന്നും അല്ല, ഇതിന് കുറേ പ്രിവിലേജസും പവറും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വിജയിച്ച ആൾക്കാർക്ക് അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ, ഇതൊക്കെ വിജയിച്ചവർക്ക് ഒരുപാട് പ്രിവിലേജും പവറും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അവർക്ക് ഈ എപ്പിസോഡുകളിൽ മുന്നോട്ട് പോകാനും അവരുടെ ഈ അഗ്നിപരീക്ഷയിൽ വിജയിക്കാനും ഒക്കെ ഏകദേശം അവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാകുന്ന തരത്തിലുള്ള ഒരു പെൻഡൻ്റാണിത്. അപ്പോൾ എപ്പിസോഡിൽ ഈ പെൻഡൻറ്റിനായുള്ള മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് പാർവതി, പ്രണവ്, ഷിജിൻ എന്നിവരാണ്. 3 പേരാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ അവതാരക പറയുന്നുണ്ട്, അപ്പം ഇത് ടാസ്ക് വിജയിച്ചവർക്കാണ് ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് മേടിക്കാൻ പോകൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യം വിളിക്കുന്നത് നമ്മുടെ പ്രണവിനെയാണ്. അപ്പോൾ പ്രണവ് പോയി അത് മേടിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പാർവതി, പിന്നെ അത് കഴിഞ്ഞ് ഷിജിൻ. അങ്ങനെ എന്തായാലും എപ്പിസോഡിൽ ഇപ്പോൾ ഇവർക്ക് 3 പേർക്കുമാണ് കൊടുക്കുന്നത്, കാണിക്കുന്നത്, പ്രമോയിൽ കാണിക്കുന്നത്. എപ്പിസോഡിൽ അത് കൊടുക്കുന്നത് ചിലപ്പോൾ എപ്പിസോഡിൽ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും ഉള്ളത്. അപ്പോൾ എന്തായാലും ഇവർ 3 പേരാണ് ഇതിനകത്ത് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ 3 പേരും തീർച്ചയായും ഈ സാധനം ഈ പെൻഡൻറ്റ് കിട്ടിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഇനി മുന്നോട്ടുള്ള പോക്കിൽ അവർക്ക് കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമാകാനാണ് സാധ്യതയുള്ളത്. എന്തായാലും അഗ്നിപരീക്ഷ പലതരത്തിൽ വിവാദങ്ങളുമാകുന്നുണ്ട്. പ്രേക്ഷകർ തങ്ങൾക്ക് ബിഗ് ബോസ് കണ്ടാൽ മതി, മോഹൻലാലിനെ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കും ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. കാര്യം അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ട് തോന്നുന്നുണ്ട്. ഇത് ജഡ്ജസ്മാരുടെ കയ്യിലും ചെറിയ അവർ വിചാരിച്ചത്ര രീതിയിൽ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. എന്തായാലും ഇനി വരുന്ന എപ്പിസോഡുകൾ നമുക്ക് ചിലപ്പോൾ അഭിപ്രായം മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും കണ്ടു നോക്കാം. എന്തായാലും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ഓളം സൃഷ്ടിക്കാനായിട്ട് തീർച്ചയായിട്ടും ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഈ എപ്പിസോഡുകൾ കൊണ്ട് കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. സാധാരണ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ തന്നെയാണ് തുടങ്ങി ഏകദേശം ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് ബിഗ് ബോസ് കളം പിടിച്ച് പിന്നെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഈ എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഇടയിൽ ഒരു ചർച്ചയായി മാറുകയാണ് ബിഗ് ബോസ്. ആ ചർച്ച 2 തരത്തിലുണ്ട്. നല്ലതുമായി ചീത്തയും ആയ ചർച്ചകളാണ് നടക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് സീസൺ 8 നമുക്ക് കാത്തിരിക്കാം. ബിഗ് ബോസ് സീസൺ 8 തീർച്ചയായിട്ടും വ്യത്യസ്തമായി തന്നെ വരാനാണ് സാധ്യതയുള്ളത്.